കൂട്ടുകാരെ എല്ലാവർക്കും സാൻഡക്കിലോട്ട് സ്വാഗതം. നമ്മൾ ഈ കാണുന്നതാണ് ബലേനോയുടെ പുതിയ മോഡലായിട്ടുള്ള സീറ്റ മോഡൽ. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാറിനെ നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ആ ഗ്രില്ലാണെങ്കിലും ആ ക്രോം ലൈനിങ് ഒക്കെ കാണാൻ നല്ല എടുപ്പുണ്ട്. LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ DRLും വരുന്നുണ്ട്. പിന്നെ കാറിൻ്റെ ടയർ സൈസ് പറയുമ്പോൾ 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണ് വരുന്നത്. മെഷർമെൻറ്റ് നോക്കുമ്പം ലെങ്ത് വരുമ്പോൾ 3990 mm, വിഡ്ത്ത് 1745 mm, ഹൈറ്റ് 1500 mm, വീൽ ബേസ് 2520 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ് വരുന്നത്. 37 ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ARIയിൽ അപ്രൂവലായിട്ട് വരുന്ന മൈലേജ് വരുമ്പം 22 കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് നോക്കുമ്പം കാറിൽ ബലേനോയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ വരുന്നുണ്ട്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്പോയിലർ ആക്കിയാണെങ്കിലും വരുന്നുണ്ട്. സ്പോയിലറൊക്കെ ആകുമ്പോൾ വരുന്നത് കാരണം തന്നെ നല്ലൊരു എയറോ ഡൈനാമിക്കാണ് അത് സഹായമാകുന്നത്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ 318 ലിറ്ററിൻ്റെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ബൂട്ടിൽ പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ക്രോമിൻ്റെ ആ സൈഡിലായിട്ടാണ് ചില ഹൈഡായിട്ടാണ് ഇതിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതും ഡിസൈൻ കാര്യങ്ങളുമായിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പം 4 ഡോറിലും പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷോട് കൂടി കൊടുത്തൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലാണെങ്കിലും 3 പേർക്ക് ഇരിക്കാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 സീറ്റ് ബെൽറ്റിൻ്റെ പോയിൻ്റാണെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ 3 സീറ്റിലും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ റിയർ AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡാഷ് ബോർഡ് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് തീം കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസൈനൊക്കെ ആണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തന്നെ കാറിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബലേനയിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് 7 ഇഞ്ചിൻ്റെയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ടെലിസ്കോപ്പിക്കും ടിൽറ്റ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സീറ്റ വേരിയൻറ്റിൽ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീലെസ് എൻട്രി ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡോർ സൈഡാണ് നോക്കുമ്പോഴും ഒരു 1 ലിറ്ററിൻ്റെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അതുപോലെ ഡ്രൈവർ സീറ്റ് വരുമ്പം നമുക്ക് 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. കോ പാസഞ്ചർ ആണെങ്കിൽ 6 വേയും. അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. കാറ് 1.2 ലിറ്റർ എഞ്ചിനാണ്. അതിൽ 6000 RPM 88 bhp പവറും 4400 RPM 113 Nm പവറുമാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കാറിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ഇത് കോട്ടയം അടിച്ചിറയിലത്തെ നെക്സയുടെ ഷോറൂമാണ്. ഒന്ന് നിങ്ങൾ അവരെ വിളിക്കുക, അല്ലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ കാറിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. പിന്നെ ഇതൊരു ഹാച്ച് ബാക്ക് കാറാണ്. ഇതിൻ്റെ ഷോറൂം റേറ്റ് വരുന്നത് 843, ഓൺ റോഡ് പ്രൈസ് വരുന്നത് 974 വരുന്നത്. പിന്നെ നിങ്ങൾ ഇതൊരു യൂട്യൂബ് എൻക്വയറിയാണ്. സാൻഡക്ക് എന്ന ചാനലിൻ്റെ പേര് പറയുവാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് പുറമെ നിങ്ങളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ കൂട്ടുകാരാരെങ്കിലും കാർ എടുക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.